എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ അപ്പോൾ നമ്മുടെ ലാബിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈവ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷൻ 1/1 പ്രകാരം, അതായത് ഓരോ ലാബിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വൈവ പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ ലാബ് 0-ൽ നിന്നും എന്തൊക്കെ വൈവ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ആദ്യമേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ലാബിൻ്റെയും, അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ലാബിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് 1/1 ആയിട്ട് കണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ പഠിക്കുക. ഇനി എന്തൊക്കെ വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലാബ് 0 ഏതൊക്കെ സ്കൂളുകളിലുണ്ടെന്ന് എനിക്കറിയില്ല. മജോറിറ്റി ഓഫ് ദ സ്കൂളിലും ലാബ് 0 ഉണ്ട്. കാരണം ലാബ് 0 ഫെമിലിയറൈസേഷൻ ആണ്. ഫെമിലിയറൈസേഷൻ ഇല്ലാണ്ട് മറ്റുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ലാബ് 0യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മജോറിറ്റി ഓഫ് ദ സ്കൂളുകൾക്കും ഉള്ളതാണ്. സോ അപ്പോൾ ലാബ് 0യിൽ എന്തൊക്കെ വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ലാബ് 0യിലെ ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് കിട്ടുന്ന ഒരു കുട്ടിക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, കുറച്ച് ഫങ്ഷൻസ് തന്നിട്ട് അതിൻ്റെ ഇൻപുട്ട് കമാൻഡ് ചോദിക്കും. എന്ത് ചോദിക്കും? ഇൻപുട്ട് കമാൻഡ് ചോദിക്കും. കമാൻഡ് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കുക. എക്സ് ആണെങ്കിൽ എക്സ് തന്നെയാണ്, എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് ക്യാപ്പ് 2 എന്ന് പറയണം. എക്സ് ഷിഫ്റ്റ് ക്യാപ്പ് 2, എക്സ് ക്യാപ്പ് 2 ആണ് എന്തിൻ്റെ കമാൻഡ്? എക്സ് സ്ക്വയറിൻ്റെ കമാൻഡ്. ഇനി അങ്ങോട്ടുള്ളത് കറക്റ്റായിട്ട് പഠിക്കുക, അതാണ് ഏറ്റവും ചാൻസ് ഉള്ളത്. മോഡുലസ് ഓഫ് എക്സിൻ്റെ ഇൻപുട്ട് കമാൻഡ് എന്താണെന്ന് ചോദിക്കും. മോഡുലസ് ഓഫ് എക്സിൻ്റെ ഇൻപുട്ട് കമാൻഡ് എന്താണ്? ABS ഓഫ് എക്സ് ആണ്. എന്താണ് ABS ഓഫ് എക്സ്? ABS ബ്രാക്കറ്റിനുള്ളിൽ എക്സ്. റൂട്ട് എക്സിൻ്റെ ഇൻപുട്ട് കമാൻഡ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്, SQRT ഓഫ് എക്സ് അല്ലേ? SQRT ഓഫ് എക്സ്, SQRT ഓഫ് എക്സ്. എക്സ് ക്യൂബ് ചോദിക്കാൻ സാധ്യതയില്ല. എക്സ് ഷിഫ്റ്റ് ക്യാപ്പ് 3, എക്സ് ക്യാപ്പ് 3 ആണ് കമാൻഡായിട്ട് വരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ? ഈ സാധനം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സിൻ്റെ കമാൻഡ് ഫ്ലോർ എക്സ് ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഇൻപുട്ട് കമാൻഡ് ചോദിക്കും. എന്താണ്? ഫ്ലോർ ഓഫ് എക്സ് ആണ്. എന്താണ്? ഫ്ലോർ ഓഫ് എക്സ്. ഞാൻ GIF എന്ന് എഴുതുന്നുള്ളൂ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വൈവ ക്വസ്റ്റ്യൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഇൻപുട്ട് എന്താണെന്ന് ചോദിക്കും. എന്താണ് ഇൻപുട്ട്? ഫ്ലോർ ഓഫ് എക്സ് ആണ് നമ്മുടെ ഇൻപുട്ട് വരിക. ഓക്കെ, 1/xൻ്റെ ഇൻപുട്ട് കമാൻഡ് 1/x. 1/ ആണ് സിമ്പിൾ എക്സ്. പിന്നെ ചോദിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ സൈഡിൽ പ്രത്യേകം എടുത്തു കാണിക്കുന്ന 4 എണ്ണമാണ് ഏറ്റവും ചാൻസ് ഉള്ളത്. സിഗ്നം ഫംഗ്ഷൻ്റെ ഇൻപുട്ട് കമാൻഡ് ചോദിക്കാം. സിഗ്നം ഫംഗ്ഷൻ്റെ ഇൻപുട്ട് കമാൻഡ് ചോദിക്കാം. എന്താണ്? SIGN ഓഫ് എക്സ്. SIGN ഓഫ് എക്സ് ആണ് സിഗ്നം ഫംഗ്ഷൻ്റെ ഇൻപുട്ട് കമാൻഡ്. അപ്പോൾ ഈ 4 എണ്ണം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന 4 ചോദ്യങ്ങളാണ്. മോഡുലസ് എക്സിൻ്റെത് ABS ഓഫ് എക്സ്, റൂട്ട് എക്സിൻ്റെത് SQRT ഓഫ് എക്സ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഫ്ലോർ എക്സ്, സിഗ്നം ഫംഗ്ഷൻ SIGN ഓഫ് എക്സ്. ഓക്കെ, ഈ 4 ഇൻപുട്ട് കമാൻഡിൽ ഏതെങ്കിലും ഒരെണ്ണം ലാബ് 0 കിട്ടുന്ന ഒരാൾക്ക് ഇൻപുട്ട് കമാൻഡ് ഏതാണെന്നുള്ള രീതിയിൽ വൈവ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഡൊമൈനും റേഞ്ചുമാണ് ഇവിടുന്ന് വരുന്ന ഒരു അടുത്ത വൈവ ക്വസ്റ്റ്യൻ. കാരണം എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചതിന് ശേഷം ഗ്രാഫ് ഒബ്സർവ് ചെയ്തുകൊണ്ട് ഡൊമൈനും റേഞ്ചും എഴുതാനുള്ള ചോദ്യം നമുക്കുണ്ട്. സോ ഇതിൻ്റെ എല്ലാം ഡൊമൈന് റേഞ്ച് ഈ 2 കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. നമുക്ക് 1/1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമേ എക്സിൻ്റെ ഡൊമൈൻ. എക്സ് എന്ന് പറയുന്നത്, ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ്. അത് ഡൊമൈൻ ക്യാപിറ്റൽ R ആണ്, റേഞ്ചും ക്യാപിറ്റൽ R, റിയൽ നമ്പേഴ്സ് തന്നെയാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് യു ഷേപ്പ്ഡ് ഗ്രാഫാണ്. അപ്പോൾ അത് ഒരു വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്? യു ഷേപ്പ് ആണ്, യു ഷേപ്പ്. മോഡെക്സിൻ്റെ ഷേപ്പ് V ഷേപ്പ്. അപ്പോൾ എക്സ് സ്ക്വയറും മോഡെക്സും ആണ് ഷേപ്പ് ഒന്ന് പഠിച്ചു വെക്കേണ്ടത്. എക്സ് സ്ക്വയർ ആണെങ്കിൽ എന്താണ്? യു ഷേപ്പ്ഡ് ഗ്രാഫാണ്, യു ഷേപ്പ്ഡ് ഗ്രാഫ്. മോഡെക്സ് ആണെങ്കിൽ എന്താണ്? V ഷേപ്പ്ഡ് ഗ്രാഫാണ്. എന്താണ്? V ഷേപ്പ്ഡ് ഗ്രാഫ്. ഓക്കെ, സോ എക്സ് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡൊമൈൻ റിയൽ നമ്പർ ആണ്. റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ y ആക്സിസിൻ്റെ വാല്യൂസ് ആണ് റേഞ്ച്. 0 മുതൽ
ഇൻഫിനിറ്റി വരെയാണ് നമുക്ക് വാല്യൂസ് ഉള്ളത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to ഇൻഫിനിറ്റി ആണ് റേഞ്ച് വരിക. മോഡെക്സിൻ്റെ ഡൊമൈൻ റിയൽ നമ്പർ തന്നെയാണ്. റേഞ്ച് എന്ന് പറയുന്നത് അതും y വാല്യൂസ് മുകളിലോട്ടാണ് വാല്യൂസ് ഉള്ളത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to ഇൻഫിനിറ്റി ആണ് റേഞ്ച്. അപ്പോൾ മോഡെക്സിൻ്റെയും ഒക്കെ റേഞ്ച് നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. പിന്നെ അടുത്ത സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സിൻ്റെ നമുക്ക് എക്സിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്താണ്? എക്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോസിറ്റീവായിട്ടുള്ള വാല്യൂസേ കൊടുക്കാൻ പറ്റുള്ളൂ, നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാൻ പറ്റില്ല അല്ലേ? നെഗറ്റീവ് വാല്യൂസ് സ്ക്വയർ റൂട്ടിന് ഉള്ളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പോസിറ്റീവായിട്ടുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് റൂട്ടിന് ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? പോസിറ്റീവായിട്ടുള്ള റിയൽ നമ്പേഴ്സ് R+ ആയിരിക്കും അതിൻ്റെ ഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവായിട്ടുള്ള റിയൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള റിയൽ നമ്പേഴ്സ് തന്നെയാണ് നമുക്ക് എന്ത് വരിക? റേഞ്ചും വരിക. R+ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻ്റർവെലിൻ്റെ ഭാഷയിൽ എഴുതാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to ഇൻഫിനിറ്റി ആണ് ഡൊമൈൻ. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to ഇൻഫിനിറ്റി തന്നെയാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇൻ്റർവെല്ലിൽ തന്നെ വേണമെങ്കിൽ കാണിക്കാം. ഡൊമൈൻ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to ഇൻഫിനിറ്റി. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to ഇൻഫിനിറ്റി. അടുത്തത് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഗ്രാഫ് നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നത്. ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് പോകുന്നുണ്ടാവുക. ഇതാണ് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ്. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ്ങിൽ ഒരു വൈ വാല്യൂ ഉണ്ട്. അപ്പോൾ അത് ഏത് വാല്യൂ നമുക്ക് റിയൽ നമ്പറിൽ ഏത് വാല്യൂ ഡൊമൈനായിട്ട് എടുക്കാം. വൈ ആക്സിസിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് വാല്യൂ ഉണ്ട് അല്ലേ? ഏതൊരു പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വാല്യൂ ഉണ്ട്. അപ്പോൾ അത് റിയൽ നമ്പർ തന്നെയാണ് റേഞ്ച് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി മോഡെക്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം, പ്രശ്നമില്ല. പക്ഷെ കിട്ടുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂസ്. റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to ഇൻഫിനിറ്റി. മോഡെക്സ് ഓൾറെഡി പറഞ്ഞാണ്. ഇത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ്. ഇത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് ചോദ്യം. ഇവിടെ ഇങ്ങനെ ഒരു കുനിപ്പുണ്ട്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ തന്നെയാണ്. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. പക്ഷേ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ റേഞ്ച് നമ്മൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. Z ആണ് റേഞ്ച്. ഏത് ഇൻറ്റിജേഴ്സ് ആണ് നമുക്ക് തിരിച്ചു കിട്ടുക? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിൽ തിരിച്ചു കിട്ടുന്നത് എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. 1/x എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഫംഗ്ഷൻ. റെസിപ്രോക്കൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സിൻ്റെ പ്ലേസിൽ 0 വരാൻ പാടില്ല, R-0. ഗ്രാഫ് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഞ്ചും R-0 തന്നെയാണ്. അതിൻ്റെ ആൻസർ ഒരിക്കലും 0യിൽ ടച്ച് ചെയ്യില്ല. സിഗ്നം ഫംഗ്ഷൻ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. ഇപ്പം റിയൽ നമ്പർ തന്നെയാണ് ഇൻപുട്ട്. പക്ഷേ റേഞ്ച് ശ്രദ്ധിക്കണം. റേഞ്ച് എന്ന് പറയുന്നത് സിഗ്നം ഫംഗ്ഷൻ്റെ കേസിൽ നമുക്ക് 3 വാല്യൂസേ ഉള്ളൂ. ഗ്രാഫ് പഠിച്ചവർക്കറിയാം. 1ൽ ഒരു ആൻസർ ഉണ്ട്, -1ൽ ആൻസർ ഉണ്ട്, 0യിലും ആൻസർ ഉണ്ട് അല്ലേ? 1 0 -1 എന്നുള്ളതാണ് എന്ത് വരിക? റേഞ്ച് വരിക അല്ലേ? 1, 0, -1. ഇതാണ് എന്തിൻ്റെ റേഞ്ച്? സിഗ്നം ഫംഗ്ഷൻ്റെ റേഞ്ച്. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡൊമൈനും റേഞ്ചും എഴുതാനുള്ളത് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ടൂളുകളെല്ലാം ഒന്ന് ഓടിച്ച് നോക്കി വയ്ക്കുക. ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം മേ ബി ചോദിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മൂവ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത് വേണമെങ്കിൽ ആ ഒരു ഇൻ്റർഫേസ്, ജിയോജിബ്രയുടെ ഇൻ്റർഫേസ് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ടൂളിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ള രീതിയിൽ വൈവ ചോദിക്കാം. ഓക്കെ, ജിയോജിബ്ര സ്ക്രീനിൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിൽ ഇനി ഈ ടൂളിൻ്റെ പേരെന്താണെന്നുള്ള രീതിയിൽ ഒരു വൈവ നമുക്ക് പ്രതീക്ഷിക്കാം. ഫെമിലിയറൈസേഷൻ ഓഫ് ടൂളിൽ നിന്ന് ആ ഒരു സാധ്യതയാണുള്ളത്. അപ്പോൾ അത് തള്ളിക്കളയരുത്. എല്ലാ ടൂളിൻ്റെ പേരും ഒന്ന് നോക്കി വയ്ക്കാം. സിമ്പിൾ കാണുമ്പോഴേ അറിയാം. ഒരു പോയിന്റ് കാണുവാണെങ്കിൽ അത് പോയിന്റ് ടൂൾ, ലൈൻ കാണുവാണെങ്കിൽ ലൈൻ ടൂൾ ആയിരിക്കും. ഈ ഒരു ആരോ മാർക്ക് മൂവ്മെൻറ്റ് ടൂളാണ്. ഓക്കെ, ഈ 2 ലൈൻസ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോലെ ആണെങ്കിൽ സ്പെഷ്യൽ ലൈൻ ടൂൾസ് ആണ്. ലൈൻ സെഗ്മെന്റ് എടുക്കാനോ ലൈൻ ഇന്റർസെക്ട് എടുക്കാനോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ പോളിഗൺ ടൂളാണ്. ഓക്കെ, സർക്കിളിന്റെ ഷേപ്പ് ആണെങ്കിൽ സർക്കിൾ ടൂള്, അതിനെ ആർക്ക് ടൂൾ എന്നും പറയാം. ഇനി ഒരു എലിപ്സിന്റെ ഷേപ്പ് ആണെങ്കിൽ അത് എന്തിന്റെ ടൂളാണ്? കോണിക് സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ടൂളാണ്. എലിപ്സിന്റെ ഷേപ്പ് ആണെങ്കിൽ കോണിക് സെക്ഷൻ. പിന്നെ ഒരു ആംഗിൾ റിലേറ്റഡ് ആണെങ്കിൽ ആംഗിൾ നമ്മൾ പൊതുവെ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷർമെന്റ് ടൂൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. പിന്നെ അടുത്ത നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് ആണ്. പിന്നെ കുറച്ച് സ്പെഷ്യൽ ടൂൾസ് ഉണ്ട്. ABC എന്ന് പറയുന്ന സ്പെഷ്യൽ ടൂൾസ് ആണ്.
ഇനി അടുത്ത പേരാണ് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കേണ്ടത്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ ഫോർ വൈവ. ചോദിക്കുകയാണെങ്കിൽ ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സ്ലൈഡർ തന്നിട്ടുള്ള സ്ലൈഡറിൻ്റെ ചിത്രം കാണുന്ന ചോദ്യം. ഈ ടൂളിനെ വിളിക്കുന്ന പേര് ആക്ഷൻ ഒബ്ജക്റ്റ് ടൂളാണ്. എന്താണ് ആക്ഷൻ ഒബ്ജക്റ്റ് ടൂൾ? സ്ലൈഡറിൻ്റെ ചിത്രം. ആ ആക്ഷൻ ഒബ്ജക്റ്റ് ടൂളിൽ നിന്നാണ് നമ്മൾ എന്തൊക്കെ എടുക്കുന്നത്? സ്ലൈഡർ എടുക്കുന്നത്, പിന്നെ ഇൻപുട്ട് ബോക്സ് എടുക്കുന്നത്, അല്ലേ? പ്രധാനമായിട്ട് നമ്മൾ മിക്ക എക്സ്പെരിമെൻറ്റിനും ചെയ്യുന്നതാണ്. നമ്മൾ സ്ലൈഡർ എടുക്കുന്നതാണെങ്കിലും ഇൻപുട്ട് ബോക്സ് എടുക്കുന്നതാണെങ്കിലും ഈ പറയുന്ന ആക്ഷൻ ഒബ്ജക്റ്റ് ടൂളിൽ നിന്നാണ്. ഓക്കെ, പിന്നെ വരുന്ന കുറച്ച് ജനറൽ ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലാബ് 0-ൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാബുകളും അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വൈവ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എല്ലാ ലാബിൻ്റെയും ലിങ്ക് ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഏത് ലാബ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കയറി ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Until then, see you.